ഇന്ന് ഷൂട്ട് ചെയ്ത് വൈകുന്നേരം അപ്ലോഡ് ചെയ്യേണ്ടതാ. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനി എപ്പോ ഷൂട്ട് ചെയ്ത് എപ്പോ ഇടുമെന്നും ചോദിച്ച് കരച്ചില് തന്നെ കരച്ചില്. എന്നാ ഈ വിവരം എന്നെ ഒന്ന് വിളിച്ചു പറയണ്ടേ? അളിയ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, ഒരു പണിയില്ല, അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ആലോചിക്കൂലേ? ഞാൻ പറഞ്ഞതാണ് അവളോട് കാര്യം പറയാൻ, ഇങ്ങോട്ട് വരാൻ മാത്രം പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ, മോളൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ ഭക്ഷണം കഴിക്കണ്ടേ മോളെ? കണ്ടന്റ് വേണ്ടേ, അതല്ലേ മുഖ്യം. ഇത് അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇരുന്ന് പറഞ്ഞാൽ മതി. പ്രേക്ഷകർ അവളോടാ ചോദിക്കണത്, ഇതിന് മറുപടി കൊടുക്കാൻ അവൾക്ക് പറ്റണ്ടേ? നിങ്ങൾ 3 പേര് ഇവിടെ ഇരുന്നൊരു തല കുത്തി മറിഞ്ഞ് ആലോചിച്ചിട്ട് കണ്ടന്റ് കിട്ടിയിട്ടില്ല. അത് അളിയൻ പറഞ്ഞ മാതിരി ഒരു പണിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണോ അത്? അങ്ങനൊക്കെ അങ്ങോട്ട് കിട്ടുവെന്നാ എല്ലാവർക്കും അങ്ങോട്ട് റീല് തുടങ്ങിയപ്പോ ഞാനൊരു 1-2 കണ്ടന്റ് പറഞ്ഞു കൊടുത്താൽ അത് അവൾക്ക് പറ്റണ്ടേ? അത് കൊള്ളൂലായിരുന്നു. അതന്നെ, അവൾക്ക് പറ്റണത് പറയണ്ടേ? ഒന്നും ആലോചിക്കുന്നേ. എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരണത്, അത് ഒന്നും കിട്ടുന്നില്ല. ഒരു കണ്ടന്റ് അച്ഛന് കിട്ടിയിട്ടുണ്ട്. എന്താ? മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തിത്തീരുന്ന കാലം വരെ നിനക്ക് ആവശ്യമുണ്ടാവുമെന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീ വാ. അച്ഛന്റെ കാൽവിരലിലെ 2-3 നഖം വെട്ടിത്തരാൻ ഞാൻ. കൊണ്ടുപോയി ചന്ദനമുട്ടിയിലിട്ട് കത്തിച്ച് ആശ തീർക്കാം നിനക്ക്, ആശ തീർക്കാം. സൂപ്പർ. അച്ഛാ, വേണം നമുക്ക് ഒരു കണ്ടന്റ് കൂടി എടുക്കാം. അതെ, അച്ഛന്റെ നെഞ്ഞത്തുള്ള കണ്ടന്റ് ഇനി വേണ്ട. എന്നെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുക. ഡയലോഗ് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുക. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത ഷോൾഡർ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞല്ല, അത് ശ്രദ്ധിച്ചിട്ടില്ല. ബോധ്യപ്പെടുമ്പോ നീ വാ. അച്ഛന്റെ കാൽവിരലിലെ 2-3 നഖം വെട്ടിത്തരാൻ ഞാൻ. കൊണ്ടുപോയി ചന്ദനമുട്ടിയിലിട്ട് കത്തിച്ച് ആശ തീർക്കാം നിനക്ക്, ആശ തീർക്കാം. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 4 മണിക്ക് എത്താന്ന്, നീ റെഡിയായി നിന്നോ കേട്ടോ. ഇന്നിവിടെ തിരക്കൊന്നുമില്ല. ശരി, ഞാൻ വിളിക്കാന്ന്. എന്താ സത്യം സാറേ ഒരു ചിന്ത? ഒന്നുമില്ല, മോളുടെ പുതിയ വീഡിയോക്കൊന്നും വേണ്ട രീതിയിലുള്ള ലൈക്ക് വരുന്നില്ല. കണ്ടന്റ് ഒക്കെ നല്ലതാണ്, പക്ഷേ വേണ്ട രീതിയിലേക്ക് അത് റീച്ച് ആവണില്ല. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാവണില്ല. അങ്ങനെ പറഞ്ഞ കാര്യമില്ല, എല്ലാവരും കാണണ്ടല്ലോ ഉള്ള ഉണ്ട്. പിന്നെ എല്ലാ വീഡിയോ ഒരുപോലെ ആവണമെന്നില്ല, അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമല്ല. അതെന്നാലും പക്ഷെ മുമ്പത്തെ പോലുള്ള ഒരു ഇത് വരുന്നില്ല. അതിന് ടെൻഷൻ അടിക്കണ്ട, ആളുകൾ കണ്ടല്ലേ റീച്ച് ആവുള്ളൂ. ഇടുമ്പോ തന്നെ അങ്ങനെ കിട്ടൂലല്ലോ. ഇതിപ്പോ ഇട്ടിട്ട് ശരിക്ക് ഒരു 4-5 ദിവസമായി. അപ്പൊ അതിന്റെ മുമ്പത്തെ വീഡിയോ വെച്ച് നോക്കുമ്പോ ഇത്രയും വന്നാ പോരാ. അപ്പൊ നല്ല കണ്ടന്റ് എന്തെങ്കിലും ആലോചിച്ച് പറഞ്ഞു കൊടുക്കും. കണ്ടന്റ് ഇനി മാറ്റി ആലോചിക്കണം. എന്തൊരു കഷ്ടമല്ലേ. ഈ ആളുകൾ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യണം? കാണുന്നില്ലാന്ന്. രാഘവൻ ഇന്ന് ലീവാണ്. എന്തോ 19,000 രൂപ മുടക്കി മഞ്ഞുമലയെ പോയേക്കാണ്. ആ മലയെ കിടന്ന് ഓടി റീലെടുക്കാൻ. അതുകൊണ്ട് റീച്ച് കിട്ടിയില്ല. സഹാറ മരുഭൂമി പോകണ്ടത്രേ. ഓടും ഇവിടെ ഓടുകയാണല്ലോ. ഓട്ടമല്ല പുള്ളിയുടെ. ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഇവര് ചെയ്യണ ഈ കഷ്ടപ്പാടൊന്നും ആളുകൾ തിരിച്ചറിയാനില്ലെന്നേ. കാണുന്നില്ല. സാറ് ടെൻഷൻ അടിക്കണ്ട, ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ. എന്തേലും കണ്ടന്റ് ആലോചിച്ചു കൊടുക്കും കൊച്ചിന്. പിന്നെ ആലോചിക്കണം. അതെ, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലുള്ള എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയണേ. ചിഞ്ചുവിന്റെ പുതിയ റീലിന്റെ ലിങ്കാണ് ഞാൻ ഈ അയച്ചേക്കണത്. അപ്പൊ അതെല്ലാവരും ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, കമന്റും ചെയ്യണം. നിങ്ങൾക്ക് പറ്റാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അറിയാവുന്ന എല്ലാവരുടെ അടുത്തും ഒന്ന് പറയണം. അവളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം എന്ന് കേട്ടോ. ഞാൻ എടുത്തു നോക്കും ആരൊക്കെ കമന്റ് ചെയ്തെന്ന് ഞാൻ നോക്കും. ഇത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ്. ഇനി എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഉണ്ട്.
പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനന്ന് പോയില്ലേ, അവർക്കും അയച്ചു കൊടുത്തേക്കാം. അതെ, എല്ലാവർക്കും സുഖല്ലേ? ഇത് എന്റെ ചിഞ്ചുവിന്റെ പുതിയ റീലാണേ. എല്ലാവരും ഒന്ന് കണ്ടിട്ട് ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. അവരോടും വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ പറയേ. പിന്നെ കണ്ടിട്ട് എല്ലാവരും ഇത് പരമാവധി ആൾക്കാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. അവരുടെ അടുത്തൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനൊക്കെ പറയണം കേട്ടോ. മോള് നീ വിഷമിക്കണ്ട, അതേ കണ്ട അമ്മ എല്ലാവർക്കും അയച്ചു കൊടുത്തോണ്ടിരിക്ക. അതേ, ഇതൊക്കെ ഒരു പരീക്ഷണമെന്ന് കരുതിയാൽ മതി. നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും. അതിനെ മറികടക്കാനുള്ള വഴി എന്താന്ന് നമ്മൾ ആലോചിക്കുകയാണ് വേണ്ടത്. അവിടെ തോൽക്കല്ലേ ചെയ്യുക. ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? എടാ, എന്നാലും പെട്ടെന്ന് ഈ 1 മില്യനും 2 മില്യനും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നാലേ ഇവക്ക് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് റീച്ച് പോവാന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടാത്. എന്നെ ആലോചിക്കണത് എന്തുണ്ടായി എന്ന് മനസ്സിലാവില്ലല്ലോ ചേച്ചി. സാരില്ല, നമുക്ക് പുതിയ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ഇടാം. എന്നാലും എന്താടാ ആൾക്കാരൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടായോ തന്നെ? എന്ത് പറ്റണം എനിക്ക് തോന്നുന്നുണ്ടല്ലോ. പറയണോണ്ടൊന്നും വിചാരിക്കരുതിട്ടാ. അച്ഛനെ വെച്ചെടുത്തിട്ടുള്ള റീല് തീരെ ഇതില്ല, തീരെ റീച്ചില്ല. അപ്പൊ നീ അത് എടുക്കുമ്പോ എന്താ പറയാത്തത്? ഞാൻ എങ്ങനെയാ പറയണത്? എന്തേ ഞാൻ എങ്ങനെയാ പറയാ? കൊള്ളൂല്ലെങ്കിൽ നീ പറയണ്ടേ? ഇഷ്ടല്ലാണ്ട നിക്കണതേ, അതാ മുഖത്ത് ഇങ്ങനെ ഉണ്ട്. നിനക്ക് ചെയ്താ മതിയായിരുന്നു. നീ ആണെങ്കിൽ നന്നായിട്ട് ചെയ്യും. ഞാനതെങ്ങനെ പറയാ? ഞാൻ ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റും. മോള് വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു മാർഗം ഈ അമ്മ കണ്ടുപിടിക്കും. എടാ പിന്നെ നീ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ വരുന്ന ആൾക്കാരില്ലേ, അവർ പെട്ടെന്ന് റീച്ച് ആവും. അതിന് നമ്മളെന്താ മോശമായിട്ട് ചെയ്യേ? ഇട മോശമായിട്ട് ചെയ്യല്ല, ഇപ്പൊ നല്ലത് ചെയ്താലും നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരില്ലേ, അങ്ങനെ വരുമ്പോഴേക്കും എന്താന്ന് പറഞ്ഞാല് ആൾക്കാർ ഇത് എന്താ ഇപ്പൊ അതില് നെഗറ്റീവ് എന്ന് അറിയാൻ വേണ്ടിട്ട് അത് തുറന്നു നോക്കും. അത് പറ്റും, അത് വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. ചെയ്യണം. 3-4 നെഗറ്റീവ് കമന്റുകൾ അങ്ങോട്ട് ഇടണം. നമ്മൾ ഇടുന്ന വേണ്ട, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ പോയി തടഞ്ഞിട്ടല്ലേ. അതിനാണെങ്കിൽ വഴിയുണ്ട്. എന്റെ ദീപം അസ്തമിച്ചു. ഇനി ദീപം ആവശ്യമില്ലടാ. വീട്ടിൽ ഇതെന്താ വിളക്കൊക്കെ എങ്ങോട്ടാ പോണേ? കത്തിക്കണില്ലേ? ഇനി എന്തിന്? ഇനി ഇടിയും വേണ്ട, വീട്ടിൽ കൊണ്ടുവച്ചേക്കാം. പഴയ പാത്ര കച്ചവടക്കാർക്ക് കൊടുക്കാലോ. എന്താ കാര്യം? എല്ലാം പോസിറ്റീവ് ഇട്ടു. ആ പോസിറ്റീവില് ഞാനെന്ത് വൈറൽ, ഞാൻ എന്ത് ഫേമസ്. അതുകൊണ്ട് വേണ്ട, ആയിക്കോട്ടെ, എല്ലാവരും രക്ഷപ്പെട്ടെ. അപ്പൊ എന്റെ വീട് നന്നാവാനല്ല ഇതുവരെ ഇത് കത്തിച്ചു വന്നു അല്ലേ? നമുക്കെന്ത് കാര്യം? അതിന് നല്ല വീട്ടിൽ കൊണ്ടുവെക്കടാ, അവിടെ ഒരു കവറിൽ കൊണ്ടുവെക്ക്. വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോവാ. എന്റെ വെളിച്ചം അസ്തമിച്ചു. ഞാൻ ഇരുട്ടാന്ന് ഇനി പോലെ. നമുക്ക് പ്രാന്താണ്ടാണ്. ഉണ്ണിയേ, ചിഞ്ചുമോളെ പുതിയ വീഡിയോ വന്നിട്ട് വാ. അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തിത്തീരുന്ന കാലം വരെ നിനക്ക് ആയുസുണ്ടാവുമെന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീ വാ. അച്ഛന്റെ കാൽവിരലിലെ 2-3 നഖം വെട്ടിത്തരാൻ ഞാൻ. കൊണ്ടുപോയി ചന്ദനമുട്ടിയിലിട്ട് കത്തിച്ച് ആശ തീർക്കാം നിനക്ക്, ആശ തീർക്കാം. ഇതേ കഴിഞ്ഞ വീഡിയോന്റെ അത്ര പോരാ, ചൊർക്ക് കുറവുണ്ട്. നല്ലതാ. എന്തായാലും കമന്റ് ഉഷാറാക്കാം നമുക്ക്. മോളെ ഉഷാറായിക്കണ് മൊയ്തുക്കാം. കുട്ടികളൊക്കെ വളർന്നു വരട്ടെന്ന്. ചെറിയ പ്രായത്തിലല്ലേ ഇവരിതൊക്കെ കാണിക്കണത്. മനോഹരം. അങ്ങനെ അതിന്റെ സ്ഥിരം പരിപാടി. അതാ വന്നല്ലോ. ചൊറിയില്ല, എല്ലാവർക്കും നല്ലതാ. അതാണ്. അത് മാത്രമല്ലടാ, കല്ല് കിട്ടണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. എപ്പോഴും വീഡിയോ കണ്ട് നമ്മളൊക്കെ വരിക. ഇപ്പൊ കണ്ടോളൂ, കണ്ടോളൂ സാർ. ഇതാ ബൗലൊക്കെ വിട്ടിക്കണത് ഭയങ്കര പോസിറ്റീവ് ആണ്. കണ്ടു, അത് കാണലുണ്ട്. ഉണ്ണിപ്പോ ഉടനൊക്കെ കാണലുണ്ട്. പക്ഷെ അത് എന്താ വെച്ചാലേ, നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് അതിന്റെ ശരി. അങ്ങനെയാണ് ഇത്രേ. പോസിറ്റീവ്. അതെ, നീ ഇപ്പൊ നന്നായിട്ട് എഴുതുന്നുണ്ട്. അത് ശരിക്കും അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല അത്ര ശരിക്കും. അതായത് നമുക്കിപ്പോ ഒരു മോശം അഭിപ്രായം നമുക്ക് തോന്നിയാല് സത്യസന്ധമായിട്ട് നമ്മൾ അതിനെ എഴുതണം എന്ന്. അപ്പോൾ അതാണ് അതിന്റെ ഒരു ശരി. അതാണ്, അല്ലാണ്ട് നമുക്ക് എങ്ങനെയാലും മോളെ വീഡിയോയിൽ ചെറിയൊരു ചൊറുക്ക് കുറവുണ്ട്. അത് അതാണ് എന്താ വെച്ചാലേ, അങ്ങനെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് ശരിയായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ കുട്ടിക്ക് വരുന്നുണ്ട് എന്നൊക്കെ
തോന്നുള്ളൂ. എന്നെ പരീക്ഷിക്കാൻ വേണ്ടിട്ട് എല്ലാം പോസിറ്റീവ്. എന്റെ അല്ല ഞാൻ കാണുന്നുണ്ട്, ചെയ്തിട്ടാ ഞാൻ കാണുന്നുണ്ട്. നീ ശരിക്ക് ആദ്യം എഴുതിയിരുന്നില്ലേ? അത് മോശമായി പോയി കുറച്ച്. അങ്ങനെ എഴുതണം, അങ്ങനെ എഴുതണത്രേ, അങ്ങനെ എഴുതണം എന്നാ പറയണേ. അല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് എഴുതണമെന്നാ? സത്യം നിങ്ങൾ തന്നെയാണ് ഇപ്പൊ കുട്ടീന്റെ മാമൻ തന്നെയാണ് അതല്ലേ ഞാൻ പറഞ്ഞേ. അത് അങ്ങനെ എഴുതിക്കോട്ടാ. ഞാൻ ഇതുമ്പോ കുറച്ച് മോശമായി. അത് കുഴപ്പമില്ലേ, നിനക്ക് എങ്ങനെയാണോ ഉണ്ണിയെ കമന്റ് ഇടാൻ തോന്നണത് അങ്ങനെ ഇട്ടോ. അപ്പൊ ഞാനേ കുട്ടീനെ മാത്രല്ല അച്ഛനും അമ്മേനും സഹോദരങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ കടുപ്പായി പോകും. അല്ല ഞാൻ പറയട്ടെ, നിനക്ക് ഫേമസ് ആവുക എന്നുള്ളത് കൂടി ഉണ്ടല്ലോ, നമ്മളത് തടയാൻ പാടില്ല. ഉണ്ണിക്കും കൂടി ഫേമസ് ആവാൻ പറ്റണമെങ്കിൽ ഉണ്ണിയുടെ അഭിപ്രായങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കണം. അപ്പൊ നെഗറ്റീവ് എഴുതുമ്പോഴാണ് അത് ശ്രദ്ധിക്കണേ. ഇന്നാള് വന്നിട്ട് പറഞ്ഞതൊന്നും അത് ഞാൻ നമ്മുടെ കുട്ടിയുടെ കാര്യം മാത്രല്ലേ നോക്കണം. ഇതൊക്കെ മറ്റുള്ള ഒരാൾക്ക് വളർച്ച നമ്മൾ മുരടിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മള് അങ്ങനെയാണല്ലോ, എല്ലാവരും വളരട്ടെ. ശരി. അപ്പൊ ഉണ്ണിക്കും അതിലൊരു ഉയർച്ച ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു ചർച്ച വന്നു ഞങ്ങളുടെ വീട്ടിലെ. അല്ല നെഗറ്റീവ് എഴുതപ്പോ പിന്നെ ആരും പറഞ്ഞു കൊടുക്കട്ടെ. അതെനിക്കറിയാലോ. അങ്ങനെ എഴുതിക്കോ ഉണ്ണിയെ, നമ്മൾ ആരെയും തടയാൻ പാടില്ലല്ലോ. യഥാർത്ഥ അല്ല മൊയ്തുക്കും എഴുതിക്കോട്ടോ. ഞാനോ? അല്ലോ നമ്മളെ അല്ല എഴുതിക്കോ, അത് പറ്റൂല, അത് ഫോൺ ചെയ്തോട്ടെ. അല്ല ഞാൻ ഫേമസ് ആവാൻ അത് ധാരാളാണേ. അത് വേണ്ട, ഓൺ ചെയ്തോളൂ. ആയിക്കോട്ടെ, കൂടി ഓൺ ചെയ്തോളൂ. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു കാര്യം വന്നിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി. ഞാൻ അന്ന് പറഞ്ഞത് ശരിയായില്ലല്ലോ. ഉണ്ണിക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ലല്ലോ. ഉണ്ണിക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തില്ല. അതിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടിയിട്ടേ അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ട് ഞാൻ വന്നതാണ്. ഉണ്ണിയെ നിന്റെ ഇഷ്ടം പോലെ നിന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എഴുതിക്കോട്ടോ. ഫുള്ള് നെഗറ്റീവ് വിട്ട് ഇനി ഒരു കളി വേണ്ട. എന്നാ പോട്ടെ. ശരി ശരി ഉണ്ണിയെ, ഓക്കെ. എന്റെ വിളക്കം തെളിക്കാൻ വീട്ടിലേക്ക് കൊണ്ടോ എത്രയോ വാക്യം. എന്റെ വിളക്കം തെളിയേ കണ്ടോ? എന്തപ്പോ സീതറിന് പറ്റിയെന്ന് ഞാൻ നോക്കണേ. ഉണ്ടരുത്. അതുകല്ലേ കറക്റ്റ്. എന്തെല്ലാം എന്നെ ചീത്ത വിളിക്കുന്നു, എന്തെല്ലാം പറഞ്ഞത്. അല്ല എനിക്ക് സന്തോഷമായില്ല അപ്പൊ ഞാൻ തുടങ്ങലായി. അല്ല പിന്നെ എന്തൊക്കെ ലോകാണ്. ഒരിക്കൽ വന്നിട്ട് നെഗറ്റീവ് എഴുതുന്നതിന് ചീത്ത അറിഞ്ഞു പോവുക, കൊല്ലുന്നൊക്കെ പറഞ്ഞ അന്നാള് ഓർമ്മ ഉണ്ടെങ്കിൽ ചെറ്റത്തര കളിക്കുന്ന നാണവും മാനും ഉളുപ്പും വേണ്ടേ? ഇതന്നെ വിട്ടോ. ഞാൻ ഏതൊന്ന് കമന്റ് ആണത്. എടാ അത് കുറച്ച് കടുപ്പായി പോയി ഉണ്ണിയെ. ചെറ്റത്തരൊന്നും പറഞ്ഞല്ലേ, അത് കുറച്ച് കടുപ്പായി പോയില്ലേ? അതിലും കുറച്ച് മോശമുണ്ടോ ഞാൻ എഴുതാന്ന്? എന്തായാലും ഞാൻ നെഗറ്റീവ് ഒന്നും വിടില്ല, ഞാൻ പോസിറ്റീവ്, ഞാൻ ഒന്നും വിടുന്നില്ല. അത് മതി. വന്നു കമന്റ് വന്നു. നാറി പട്ടി ചെറ്റ കഴുതേ, ഇങ്ങനെയുണ്ട കുട്ടികളെ പറയാൻ പാടുന്നുണ്ടത്. അതെ, ഇനിയും പറ്റി. ഇതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേൾക്കുമ്പോ അടുക്കൊരു സുഖം അല്ലേ? ഫേമസ് ആവണം. ചിഞ്ചുമോളെ, ഇത് അപ്പൂപ്പന്റെ കുട്ടി വാതിൽ തുറക്കടി. അമ്മ കരയണു. മോളെ ഇല്ല, തുറക്കില്ല. എന്താ നീ കാട്ടണ അവിടെ? തുറക്കില്. എന്നാരും മൈൻഡ് ചെയ്യണില്ല. മോളെ എന്തായാലും പരിഹാരം ഉണ്ടാക്കാം. അമ്മയല്ലേ പറയണ, വാതിൽ തുറക്കുന്നേ. എനിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ വേണമെങ്കിൽ അപ്പൂപ്പനെ സ്നേഹിക്കണ വേറൊരു റീല് ചെയ്തോ നീയേ. അപ്പൊ ആൾക്കാർ നല്ലത് പറയും. തുറക്കേ. വേണ്ടെന്നല്ലേ പറഞ്ഞേ. കുട്ടി എന്താ ഇങ്ങനെ കാട്ടിയ ചെയ്യപ്പത്? മോളെ മോളെ അമ്മയും പറയണേന്നേ. ഞാൻ വാതിൽ തുറക്കില്ലെന്ന് പറഞ്ഞാൽ തുറക്കില്ല. അപ്പൂപ്പനെ രക്ഷപ്പെട്ടു. വാതിൽ തുറന്നോ? ഇല്ല. എന്താ ഈ സത്യന് കാണാത്ത കുട്ടി? എന്താ മോളെ എന്താണ് ഒന്ന് മോളെ വിളിച്ചേ. എന്തേ വാതിൽ തുറക്കില്ല? വാതിൽ തുറക്കണില്ലാന്നേ. എന്താ കാര്യം? സ്കൂളിൽ നിന്ന് വന്നപ്പോ തൊട്ട് വാതിൽ അടച്ചിരിക്ക. അവളെല്ലാരും കളിയാക്കി. ആരും മൈൻഡ് ചെയ്യണില്ല. അപ്പൊ എന്തിനു മൈൻഡ് ചെയ്യില്ല? അവളുടെ വീഡിയോക്കൊക്കെ റീച്ച് കുറഞ്ഞില്ലേ? എല്ലാരും കളിയാക്കാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് മോളെ എന്തൊക്കെ വാരി വലിച്ചിട്ടു. മോളെ എന്താ? വാതിലോർക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. എനിക്ക് പേടിയാവുന്നു. വാതിൽ തുറക്കേ. നിങ്ങൾ എന്തിനാ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണേ? അത് അച്ഛനല്ലേ വിളിക്കുന്നത്, തുറന്നു കൊടുക്ക്. മോളെ ഒന്ന് പോയി തരോ? എന്തായാലും ചെയ്യണം. നീ വാതിൽ തുറന്നേ. ഫ്രണ്ട്സ് വരെ ഇപ്പൊ എന്നെ കൂട്ടണില്ല. എന്നെ കളിയാക്ക എല്ലാവരും. അതിനൊക്കെ എന്തായാലും വഴി കാണും. നീ മോള് ഇങ്ങട് വാ. വേണ്ട. അപ്പൂപ്പ വല്ല വെട്ടത്തിൽ തുറന്ന് വാതിൽ വെട്ടി പൊളിക്കിപ്പോ. നമുക്ക് വേറെ നല്ലതെന്തെങ്കിലും ചെയ്യാം. മോളെ നമുക്ക് നല്ല റീലുകൾ എന്തെങ്കിലും ഉണ്ടാക്കിയിടാം. എനിക്ക് റീല് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എല്ലാം നിർത്തി.
കരയേണ്ട കുട്ടിയെ. നിങ്ങളൊന്ന് പോയി തരാം. എനിക്ക് ഒന്നും എന്നെ വിളിക്കണ്ട. എന്താ കാണിക്കണ അവിടെ?